ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു റിജീസ് വൈബ്സ്. ഇന്നത്തെ യാത്ര നമ്മുടെ മലേഷ്യയിലെ മെയിൻ അട്രാക്ഷൻസുകളിലൊന്നായ ടിൻ ടവേഴ്സ് കാണാനാണ്. അപ്പോൾ നമ്മൾ ടിൻ ടവേഴ്സിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, ടിൻ ടവേഴ്സ് വേൾഡിൽ തന്നെ ഏറ്റവും ഹൈറ്റുള്ള ഇരട്ട ബിൽഡിങ്ങുകളാണ്. അപ്പോൾ നമുക്ക് കാണാം ആ ഒരു ടിൻ ടവേഴ്സിൻ്റെ ഒരു ഭംഗിയും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് വരൂ, കം വിത്ത് മീ. അപ്പോൾ നമ്മൾ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കുറേ ദൂരെ നിന്ന് നമുക്ക് ടവർ കാണാൻ പറ്റും. അപ്പോൾ ആ ദൂരെ നിന്ന് നമുക്ക് ആ ഒരു വ്യൂ കിട്ടും. അങ്ങനെ നമ്മൾ ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അപ്പോൾ കുറച്ച് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആ ഗ്ലാസ്സിനുള്ള വ്യൂവിൽ മഴത്തുള്ളികൾ കാണാം. അപ്പോൾ ഭാഗ്യം നമ്മൾ അവിടെ ചെന്നപ്പോൾ മഴയെല്ലാം സ്റ്റോപ്പായി. സാധാരണ നമ്മൾ ഇത് കാണാൻ പോകുമ്പം നമ്മൾ ഈവനിങ് ടൈമാണ് ഭയങ്കര ഭംഗി. ഒരു അറൗണ്ട് 7-7:30 ഈ ബിൽഡിങ്ങിൽ എല്ലാ ലൈറ്റ്സും ഓണാക്കും. ഈ രണ്ട് ബിൽഡിങ്ങുകൾ കണക്ട് ചെയ്തൊരു ബ്രിഡ്ജ് ഉണ്ടാവും, സ്കൈ ബ്രിഡ്ജ്. അതിൻ്റെ പേര് സ്കൈ ബ്രിഡ്ജ് എന്നാണ്. ആ സ്കൈ ബ്രിഡ്ജ് ടൂറിസ്റ്റുകൾക്ക് അവൈലബിൾ ആണ്. നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്കൈ ബ്രിഡ്ജിന് മുകളിൽ പോയിട്ട് സ്കൈ വ്യൂ എല്ലാം കാണാം. ഇപ്പം നമ്മൾ പാർക്ക് ചെയ്തിട്ട് നമ്മൾ മോളിലോട്ട് കടന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ഹ്യൂജ് മാളാണ്. മലേഷ്യൻ മാൾസ് എല്ലാം സെയിം തന്നെയാണ്, വലിയ മാൾസാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഈ ബിൽഡിങ്ങുകളിൽ കുറേ IT കമ്പനീസ് വർക്ക് ചെയ്യുന്നുണ്ട്. കുറേ കമ്പനീസ് ഉണ്ട്, കുറേ ബ്രാൻഡഡ് ക്ലോത്തിങ്സിൻ്റെയും ഇതിൻ്റെയൊക്കെ ഔട്ട്ലെറ്റ്സുകളുണ്ട്. അങ്ങനെ ഒരുപാട് എന്താ പറയുക, സ്പെഷ്യാലിറ്റി ഉള്ള ഒരു പ്ലേസാണിത്. അപ്പോൾ ഞങ്ങൾ ഈ ടവറിൻ്റെ അടിഭാഗത്തുള്ള ഈ മോളിൻ്റെ പേര് എൻ്റെ മകളുടെ പേരാണ് സൂര്യ KLCC. അപ്പോൾ ഞാൻ വെച്ചാൽ ഈ മോളിൻ്റെ പേര് സൂര്യ KLCC എന്നാണ്. അപ്പോൾ എൻ്റെ മോൻ എപ്പോഴും പറയും, കുഞ്ഞുവാവ എപ്പോഴും പറയും മമ്മിയുടെ മോളാണെന്ന് പറയും. അപ്പം നമ്മൾ പെട്രോസ് ടവേഴ്സിനകത്താണ് നിൽക്കുന്നത്. അത് പുറത്തോട്ട് ഇറങ്ങിയാലാണ് നമുക്ക് ടിൻ ടവേഴ്സിൻ്റെ വ്യൂ കിട്ടുന്നത്. ഇവിടെ മെയിൻ ഈ അട്രാക്ഷൻ കാണാൻ വരുന്നവർക്ക് എല്ലാവർക്കും ഒരു മസ്റ്റാണ് ഈ ടിൻ ടവേഴ്സിൻ്റെ ഫ്രണ്ടിൽ ചെന്നിരുന്ന് ഒരു സെൽഫി എടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ മോളിൻ്റെ അകത്തെയും ഇതിൻ്റെ ഭംഗിയെല്ലാം കണ്ട, റൂഫിൻ്റെയൊക്കെ ഭംഗിയുണ്ടല്ലോ, അതൊക്കെ കണ്ട് ഇങ്ങനെ മോളിൽ നമുക്ക് പുറത്തിറങ്ങി നമുക്ക് ടിൻ ടവേഴ്സിൻ്റെ വ്യൂ കാണാം. അപ്പോൾ അതേ നോക്കൂ, ഒരു ലേഡി അവിടെ ഇരുന്ന് പിയാനോ വായിക്കുന്നുണ്ട്. അത് എന്താണ് എന്നിങ്ങനെ ഞാൻ കൗതുകത്തോടെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറെ കുറേ ബിൽഡിങ്ങുകളൊക്കെ ചുറ്റി കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് കുറച്ച് ദൂരം നടന്നാലേ കിട്ടുള്ളൂ. അത്രയ്ക്ക് വലിയ ഹ്യൂജ് ആയതുകൊണ്ട് തൊട്ടടുത്ത് നിന്ന് നമുക്ക് ഫുൾ വ്യൂ കിട്ടില്ല. അപ്പോൾ നമ്മൾ ആ കുഞ്ഞു വാട്ടർ ഫൗണ്ടൻ്റെ സൈഡിൽ കൂടെ വരികയാണ്. നോക്കെന്ത് ഭംഗി, മധ്യത്തിൽ ഒരു റൗണ്ടും പിന്നെ ഇങ്ങനെ അടുക്കി വെച്ചത് കണക്കത് രണ്ട് സ്റ്റീൽ പാത്രങ്ങൾ അടുക്കി വെച്ചേക്കുന്ന കണക്ക് രണ്ട് വലിയ ബിൽഡിങ്ങുകൾ. അപ്പോൾ എനിക്ക് ആ ഒരു കുറേ എപ്പോഴും ഞാൻ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കുന്നതാണെങ്കിൽ തന്നെ ഒന്നും കൂടി ചെന്ന സ്ഥിതിക്ക് ഒന്നും കൂടി ഒരു ഫുൾ വ്യൂ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പോവുകയാണ്. അവിടെ ചെന്ന് അങ്ങ് നടന്ന് ആ എൻഡിൽ ചെന്നാൽ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇത് ഭംഗി. ഇഷ്ടംപോലെ ടൂറിസ്റ്റ് പാക്കേജിലില്ലേ, ടൂർ പാക്കേജിൽ വരുന്നവരെല്ലാം വരുന്നത് ഒരു 5 ഡെസ്റ്റിനേഷൻസ് ഉണ്ടെങ്കിൽ അത് ഒന്നിതാണ് മെയിനായിട്ടുള്ള അട്രാക്ഷനാണ് കൊലാലംപൂരിൽ. അപ്പോൾ ഇതിലെന്തായാലും വരാം. അതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും. എപ്പോൾ പെട്രോസ് ടവർ പോയാലും ഈ ടിൻ ടവേഴ്സിൽ പോയാലും നല്ല തിരക്കായിരിക്കും. കാരണം ആ ഒരു മെയിൻ പ്ലേസാണ്, നമ്മുടെ മലേഷ്യയുടെ ഒരു മെയിൻ അട്രാക്ഷനാണ്. വേൾഡിൽ തന്നെ ഇങ്ങനൊരു ഫേമസ് ആയിട്ടുള്ള പ്ലേസ് അല്ലേ. അപ്പോൾ അതൊരു വെരി അട്രാക്റ്റീവ് പ്ലേസാണ്. ഈ വാട്ടർ ഫൗണ്ടനൊക്കെ നൈറ്റിൽ നല്ല കളറാണ് കേട്ടോ. ഇപ്പോഴും ഈ സമയത്ത് ഇങ്ങനെ നമുക്ക് കാണാം, ഭംഗിയുണ്ട് എന്നല്ലാതെ ഭയങ്കര ഭംഗി പറയുന്നില്ല. ഭയങ്കര ഭംഗി. ഓൾ ലൈറ്റ്സ് വരും, ഓൾ ബിൽഡിങ്സിൽ കളർ വരും, ടിൻ ടവേഴ്സ് ലൈറ്റ്സ് ഓണാവും ആഫ്റ്റർ 7:30. ഭയങ്കര ഭംഗിയാണ്. പക്ഷെ നമുക്ക് 2 സ്ഥലം കവർ ചെയ്യേണ്ട ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിൽ വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നത്, ഈ ഒരു ടൈമിനകത്ത് വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നത്.
ഞങ്ങൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബുക്കിറ്റ് പിന്താങ്ങിലെ ഫുഡ് സ്ട്രീറ്റ്. അപ്പോൾ ഈ പ്ലേസ് തന്നെ രണ്ടും അടുത്തടുത്തല്ല. ഇത് ഈ പെട്രോണസ് ടവർ ഇരിക്കുന്നത് ബുക്കിറ്റ് പിന്താങ്ങിലാണ്. അപ്പോൾ ആ ഒരു ഫുഡ് സ്ട്രീറ്റ് ഒരിക്കലും മിസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആകെ 2 ഡേയ്സേ ഉള്ളൂ ട്രാവൽ ചെയ്യാൻ. അപ്പോൾ നമുക്ക് തിരിച്ചു വരാൻ വേണം, അതിനിടയ്ക്ക് ഇതിലെല്ലാം ഒന്ന് കവർ ചെയ്യണം. അപ്പം ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ രണ്ടും കൂടി ഡിസൈഡ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ലൈറ്റ്സ് എല്ലാം കണ്ട്, അപ്പോൾ ഇവിടുത്തെ വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ട്, അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബുക്കിറ്റ് പിന്താങ് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നെക്സ്റ്റ് ഇയർ ആയിപ്പോവും. അപ്പോൾ ചേച്ചി രണ്ടും കവർ ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ലൈറ്റ്സ് എല്ലാം ഒന്ന് മിസ് ചെയ്യേണ്ടി വരും. അത് സാരമില്ല, എന്തായാലും പെട്രോണസ് ടവർ ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇത് രണ്ടും ഒരു ദിവസം ആക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ എന്തായാലും പോകുമ്പോൾ പെട്രോണസ് ടവർ, ട്വിൻ ടവേഴ്സ് നമ്മൾ എന്തായിരുന്നാലും ഫുള്ള് എല്ലാം സ്കൈ ബ്രിഡ്ജിലും കയറി വാട്ടർ ഫൗണ്ടൻസും കാണിച്ച് എല്ലാം കാണിച്ച് നല്ല നിങ്ങൾക്ക് നല്ലൊരു വിഷ്വൽ ട്രീറ്റിന് തരും. അതിന് മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും പോയി കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങളെ കാണാൻ ഞാൻ ബ്ലെസ് ചെയ്യുന്നു. പോയി കണ്ട് അത് നേരിട്ട് അനുഭവിക്കാൻ ഒരു ഭാഗ്യമുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ നമ്മളിതേ ട്വിൻ ടവേഴ്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കഴിഞ്ഞ് ഇതിന് വേറൊരു വശമുണ്ട്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. നിറയെ ആൾക്കാർ വീഡിയോസൊക്കെ വിളിച്ചിട്ട് വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്, നാട്ടിലുള്ളവർ കാണിച്ചു കൊടുക്കുന്നത്. ചെറിയ ടൂർ പാക്കേജിൽ വന്ന ഇന്ത്യക്കാർ, ഓരോരോ ദേശത്തുള്ള ആൾക്കാരുണ്ട്. അവരെല്ലാം ഇങ്ങനെ വിളിച്ചിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വീഡിയോ വിളിച്ചിട്ട് ഞാനിങ്ങനെ കാണുന്നുണ്ട്. ഞാനും ആദ്യം കാണിച്ചു കൊടുക്കുമായിരുന്നു എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട്. ഞാൻ ആദ്യം പോയപ്പോഴത്തേക്ക് എൻ്റെ സിസ്റ്ററിനെ വിളിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെനിക്ക് ആ ഒരു ഓർമ്മ എനിക്ക് വന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണല്ലോ ഇങ്ങനെയുള്ള പ്ലേസുകളൊക്കെ ചെല്ലുമ്പോൾ കാണുമ്പം. അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു എനിക്ക്. എല്ലാവർക്കും ആ ഒരു ഫീല് തന്നെ ആയിരിക്കും അവിടെ പോകുമ്പോൾ ഉണ്ടാവുക. ഭയങ്കര സന്തോഷമായിരുന്നു അല്ലേ എല്ലാവർക്കും. എനിക്ക് ഭയങ്കര ഇങ്ങനെ പോയി കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് മനസ്സിനിങ്ങനെ. പിന്നെ ഞാനിങ്ങനെ ഒരുപാട് പേരെ മിസ് ചെയ്യും, സുഹൃത്തുക്കളെ, ഫാമിലിയെ, അവരെയൊക്കെ വന്ന് ഇതൊക്കെ കണ്ടെങ്കിലോ എന്നൊക്കെ അങ്ങനെയൊക്കെ ആഗ്രഹിക്കാറുണ്ട് ഞാൻ. അപ്പോൾ ഞങ്ങൾ വീണ്ടും സൂര്യ KLCC എൻ്റെ മകളുടെ മോളിനകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി നമ്മൾ ഇറങ്ങിയിട്ട് ഇവിടെ കുറേ ബ്രാൻഡഡ് ഇതുണ്ട്. ഗുച്ചി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ബ്രാൻഡഡ് കമ്പനീസാണ്. ബാഗ്സിൻ്റെ ഒക്കെ വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് കയറി ഞാൻ ഒന്ന് ജസ്റ്റ് ഒരു വില ചോദിച്ചപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. 2 lakhs 3 lakhs എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇത് കണ്ടോ, മോളിൻ്റെ അകമാണിത്. ഭയങ്കര ഹ്യൂജ് മോളാണിത്. എല്ലാം ഉണ്ട്, എല്ലാ ഫുഡ് കോർട്ട്സ് ഇൻക്ലൂഡ് ഫുഡ് കോർട്ട്സ് എല്ലാം ഉണ്ട്. എല്ലാ തുണി ഇത് എല്ലാ സാധനങ്ങളും ഉണ്ട്. അങ്ങോട്ടൊന്ന് എത്തി നോക്കാൻ പറ്റില്ല, അപ്പോൾ അത്ര എക്സ്പെൻസീവ് ആണ് നമ്മളെപ്പോലെയുള്ളവർക്ക്, സാധാരണക്കാർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ വേറൊരു വശം അതർ സൈഡ് എന്ന് പറയുന്നത്, ഈ സൈഡിൽ കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് വേറെ ഭയങ്കര ഒരു അട്രാക്ഷനാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഫൗണ്ടനാണ്. ഇതൊരു 7:30 ആകുമ്പം ഓപ്പൺ ആകും. 7:30 ഒക്കെ ആകുമ്പോൾ ഡാർക്ക് ആകുമ്പോഴത്തേക്ക് ഈ വാട്ടർ ഫൗണ്ടൻ ഇതിലെല്ലാം ലൈറ്റെല്ലാം വന്നിട്ട് കളർഫുൾ വാട്ടർ ഫൗണ്ടനാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ അങ്ങ് ഇരുന്ന് പോകും. അപ്പോൾ അത് ആ ഒരു 8 ഒക്കെ ആകുമ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ, ടൂറിസ്റ്റും സ്വദേശീയരും എല്ലാവരും ഉണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യണം അവിടെ ഒരു സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സിൽ നമുക്ക് ഇരിക്കാം കാണാനായിട്ട്. അപ്പോൾ മുന്നേ ഞാൻ വന്ന് ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇത് ഭയങ്കര കൗതുകമല്ല, എന്നാലും എല്ലാ ടൈമിലും പോകുമ്പോഴും എനിക്ക് സന്തോഷമാണ് ഇത് കാണുമ്പോൾ ഉണ്ടാവുന്നത്. ഫസ്റ്റിലൊക്കെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇതിൽ ലൈറ്റും ആളുകളും ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പം ഇത് ഞാൻ കണ്ട് ഇത് ഞാൻ ആ ഒരു നെക്സ്റ്റ് ടൈമിൽ ഞാൻ ആ വീഡിയോസിൽ ഡെഫിനറ്റായിട്ട് അത് ചെയ്തിരിക്കും. അത് കാണാൻ നിങ്ങൾക്കെല്ലാം ഈ കളർഫുൾ വാട്ടർ ഫൗണ്ടൻ കാണിച്ചിരിക്കും. കാര്യം ഇതിപ്പോൾ കണ്ണിന് പകുതി സന്തോഷം തരുന്നുള്ളൂ. കാര്യം ജസ്റ്റ് വാട്ടർ ഫൗണ്ടൻ. മറ്റേ അതിന് ഒരു 8 മണി വരെ വെയിറ്റ് ചെയ്യാൻ. നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഒരു കവർ ചെയ്യാനുണ്ടായിരുന്നു. ഡെസ്റ്റിനേഷൻ അല്ല, നമ്മൾ നെക്സ്റ്റ് ഒരു ഫുഡ് സ്ട്രീറ്റ് കവർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കവർ ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലീസ് സപ്പോർട്ട് മീ. എങ്കിലേ എനിക്ക് വേറെ കുറേ വീഡിയോ ആയിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ബൈ ഫ്രം റെജി. ബൈ.